സർ, കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലുണ്ടായ വിഷയം മാധ്യമങ്ങളിലൊക്കെ അത് വലിയ വാർത്തയാവുകയാണ്. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. വിജയ്ക്ക് എവിടെയോ ഒരു പാളിച്ച സംഭവിച്ചിരിക്കുന്നു. ടിവിക്ക് എവിടെയോ ഒരു തകർച്ച അല്ലെങ്കിൽ നേരിടാൻ പോകുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പക്ഷേ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ വിജയോ ടിവിക്കോ അറിയാതെ ഒരു അട്ടിമറി ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം മതിയായ സുരക്ഷ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ജനങ്ങൾക്ക് കുടിവെള്ളം പോലും എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഒപ്പം ആശുപത്രികളിലേക്ക് ആളുകളെ കൊണ്ടുചെല്ലാൻ ആംബുലൻസുകൾ വൈകി എന്നറിയുന്നു. എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ രാഷ്ട്രീയമാണ്. ആർക്കായാലും തോന്നാം ഒരു മനഃപൂർവ്വം ഒരു അട്ടിമറി അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. സ്റ്റാൻലി സാറിന് ഈ വിഷയത്തിൽ എന്ത് തോന്നുന്നു? ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്? അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നതും അതിന് ചാൻസും ഉണ്ട്. അതിന് കാരണം ഈ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നത് പരസ്പരം തമ്മിൽ തല്ലുന്ന 10-20ഓളം പാർട്ടികളാണ്. അതിൻ്റെ അകത്ത് പരസ്പരം തമ്മിൽ തല്ലുന്ന ജാതി സംഘടനകളുണ്ട്, പരസ്പരം തമ്മിൽ തല്ലുന്ന മതസംഘടനകളുണ്ട്, പരസ്പരം തമ്മിൽ തല്ലുന്ന മാഫിയകളുണ്ട്. ചൈനയും പാകിസ്ഥാനെയും അമേരിക്കയും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന വിവിധ ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലെ ഇന്ത്യ അലയൻസിൽ LTTE ഉണ്ട്, ജിഹാദി ഉണ്ട്, ലീഗ് ഉണ്ട്, SDPI ഉണ്ട്, ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, പിന്നെ കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, DMK ഉണ്ട്, പിന്നെ പലതരം ഘടകങ്ങളുണ്ട്, പല പല ആൾക്കാരുണ്ട്. അപ്പോ അവർക്കെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും സനാതന വിരുദ്ധതയുമാണ് അവരെ ഒന്നിച്ചു നിർത്തുന്ന ഘടകം. അതൊഴിച്ചാൽ എല്ലാ കാര്യത്തിലും അവർ തമ്മിൽ തല്ല് തന്നെയാണ്. എല്ലാവരും പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിയാകാം, നീ മുഖ്യമന്ത്രിയാകണ്ട, ഞാനാകാം എന്നുള്ളതാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇതിനെല്ലാം പോരാണ്ട് ഫേക്ക് ദളിത് സംഘടനകള്, ഫേക്ക് എൻവയറമെന്റലിസ്റ്റുകള്, ഫേക്ക് ഹ്യൂമൻ റൈറ്റ്സുകള്, മീഡിയ പ്രോസ്റ്റിറ്റ്യൂട്ടുകള്, പിന്നെ സിനിമയിൽ തൊലഞ്ഞു പോയവന്മാര്, അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് മറ്റ് സംസ്ഥാനങ്ങളിൽ അധികമായിട്ട് തമിഴ്നാട്ടിൽ ഇന്ത്യ അലയൻസിലുണ്ട്. അവർ മഹാഗഡ്ബന്ധൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്നത് ഇന്ത്യ അലയൻസിന്റെ ഇന്ത്യയിലെ സ്ട്രോങ് ഹോൾഡ് ആണ് തമിഴ്നാട്. 40-40 സീറ്റും മേടിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്ത്യ അലയൻസ് ഇന്ത്യയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നേതാവാകാൻ തമ്മിൽ മത്സരമുണ്ട്. ഇവരെല്ലാം പരമ അക്രമികളും തെമ്മാടികളും തമിഴിൽ ഈ അവിടുത്തെ ഇന്ത്യ അലയൻസുകാരെ പറ്റി പറയുന്നത് അയോഗ്യ പശുങ്ങൾ. ഇതാണ് ഇന്ത്യ അലയൻസുകാരുടെ ക്വാളിറ്റി അവിടുത്തെ. അപ്പൊ അതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ ടീമുകളെല്ലാം തമ്മിൽ അടിയാണ്. ഈ വിജയ് ശരിക്കും ഒരു റൈസ് ബാഗ് ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞാടാണ്, കൺവേർട്ട് ക്രിസ്ത്യാനിയാണ്. ഇത് ഇന്ത്യ അലയൻസിലെ ക്രിസ്ത്യാനികൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. നിങ്ങൾക്ക് അവിടുത്തെ റോൾ എന്ന് പറയുന്നത് സെർവന്റിന്റെ റോളേ ഉള്ളൂ, മുതലാളിയുടെ റോളാണ്. ക്രിസ്ത്യാനി ആദ്യം പഠിക്കേണ്ടത് നിനക്ക് അവിടുത്തെ റോൾ എന്ന് പറയുന്നത് ടോയ്ലറ്റ് കഴുകുക, തുണി അലക്കുക, കഞ്ഞി വെക്കുക, അങ്ങനെയൊക്കെയുള്ള റോളേ നിനക്ക് അവിടെ ഉള്ളൂ. നീ അതിന്റെ മുതലാളിയല്ല. നീ അതിന്റെ മുതലാളിയാൽ യഥാർത്ഥ മുതലാളിയും മുതലാളിയുടെ ആൾക്കാരും കൂടെ ചേർന്ന് നിന്നെ ഇല്ലാണ്ടാക്കും. ഇത് പലപ്പോഴും ഇന്ത്യ അലയൻസിലുള്ള ആൾക്കാരോട് പറയാറുണ്ട്, അവർക്ക് അത് മനസ്സിലാകാറില്ല. ക്രിസ്ത്യാനിക്ക് അല്ലല്ല, ഞങ്ങൾക്ക് ഭയങ്കര പരിഗണനയാണ് അവിടെ, ഞങ്ങളൊക്കെ ആ പോസ്റ്റ് തരും, ഈ പോസ്റ്റ് തരും. ഇത് ഇവര് മനസ്സിലാക്കേണ്ടത്, 8ാം സമരം വെച്ച് AK ആന്റണി മുഖ്യമന്ത്രി ആയ പോലെ, AK ആന്റണിയെ തള്ളിയിട്ടിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയ പോലെ ഒന്നും ഇനി ഒരു ഇവാഞ്ചലിസ്റ്റിനും ഒരു കുഞ്ഞാടിനും ഒരു പദവിയും ഈ പറയുന്ന ഇന്ത്യ അലയൻസിലോ കോൺഗ്രസിലോ കിട്ടത്തില്ല. വിജയന് അവിടെയാണ് അബദ്ധം പറ്റിയത്. വിജയന് കുറച്ച് ജനപിന്തുണ ഉണ്ടായിരുന്നു, അവിടുത്തെ ഇവാഞ്ചലിസ്റ്റ് ലോബിയുടെ പിന്തുണ ഉണ്ടായിരുന്നു, LTTEക്കാരുടെ പിന്തുണ ഉണ്ടായിരുന്നു, കുറച്ച് ജിഹാദികളുടെ പിന്തുണ ഉണ്ടായിരുന്നു, കുറച്ച് കമ്മ്യൂണിസ്റ്റുകളുടെ പിന്തുണ ഉണ്ടായിരുന്നു, കുറച്ച് കഴകങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു, കുറെ കോൺഗ്രസുകാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ വിജയ് വളരാൻ തുടങ്ങിയപ്പം, ഒരു ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ആയിട്ട് വിജയ് വളരാൻ തുടങ്ങിയതോടുകൂടി ആ ഇന്ത്യ അലയൻസിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇൻസെക്യൂറായി, അദ്ദേഹത്തിനെതിരായി, അദ്ദേഹത്തിന്റെ റാലികൾ തടയാൻ തുടങ്ങി ഗവൺമെന്റ്. അദ്ദേഹത്തിന്റെ റാലികൾക്ക് പോലീസും പിൻവലിച്ചു, കോടതിയിൽ കേസ് നടന്നു. വളരെ സ്ട്രിക്റ്റ് കണ്ടീഷൻസ്, ഒരു ചെറിയ പൂട്ടാൻ ആവശ്യമായ എല്ലാ പരിപാടികളും തമിഴ്നാട് ഗവൺമെന്റും DMKയും ഇന്ത്യ അലയൻസും പോലീസും കോടതിയും മീഡിയയും കൂടെ ചെയ്തിരുന്നു. ഇതറിയാതെയാണ് വിജയ് ഇതിന്റെ അകത്തോട്ട് ചെന്ന് ചാടിയത്. വിജയന് ഇതേ സംഭവിക്കത്തുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് അറിയായിരുന്നു. കാരണം വിജയന്റെ വളർച്ച വിജയന്റെ കൂടെയുള്ളവരെ അസ്വസ്ഥരാക്കി, ഇന്ത്യ അലയൻസിനെ അസ്വസ്ഥരാക്കി. അതുകൊണ്ട് മറ്റേ സിനിമയില് ബാലങ്കേർ നായർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇനി ഇവനെ വളരാൻ വിട്ടുകൂടാന്ന്. അതുപോലെ ഇനി ഇവനെ വളരാൻ വിട്ടുകൂടാ എന്ന് അവിടുത്തെ ഇന്ത്യ അലയൻസുകാർ തീരുമാനമെടുത്തു.
അതുകൊണ്ട് അവന്റെ റായർ അവിടെ പവർ കട്ട് നടത്തി തിരക്കുണ്ടാക്കി, ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കി, ആൾക്കാരെ കൊന്ന് അത് നശിപ്പിച്ചു. ഇത് ഇന്ത്യയിലെ എല്ലാവർക്കും ഒരു പാഠമാണ്. കാരണം ഇന്ത്യ അലയൻസിനെതിരെ ആരെങ്കിലും നീങ്ങുവോ, ഇനി ഇന്ത്യ അലയൻസിന്റെ അകത്ത് നിന്ന് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ വളരുകയോ ചെയ്താൽ പണി കിട്ടിയിരിക്കും, സബോറ്റേജ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇനി കള്ളം പോയിട്ട് പട്ടി കുറച്ചോണ്ട് കാര്യമില്ല. ഏതൊക്കെയായാലും നടക്കാനുള്ളത് നടന്നു. 50ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒത്തിരി പേര് കൈയും കാലും ഒടിഞ്ഞ് ആശുപത്രിയിലുണ്ട്. അവർ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മരിച്ചവർക്ക് പ്രണാമം അർപ്പിക്കുന്നു. അവരുടെ വീട്ടുകാർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നു. മരിച്ചിരിക്കുന്ന അധികവും സാധു കുഞ്ഞാടുകളാണ്, കൺവേർട്ട് കുഞ്ഞാടുകളാണ് അധികവും മരിച്ചിരിക്കുന്നത്. ഈ സിനിമാക്കാരനെയൊക്കെ കണ്ട് യേശുക്രിസ്തു ഒന്നും അല്ലല്ലോ വന്നിരിക്കുന്നത്. ഈ കുഞ്ഞാടെല്ലാം അങ്ങോട്ട് ഓടിച്ചെല്ലാൻ യേശുക്രിസ്തു ഒന്നും അല്ലല്ലോ, ആ ഒരു സിനിമാക്കാരനാ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ വിജയ് എന്ന് പറയുന്ന കക്ഷി ഒരു ബോധമില്ലാണ്. ആരേലും പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗ് ഡെലിവറി ചെയ്യാനേ ആ നടൻ അറിയത്തുള്ളൂ. സ്വന്തമായിട്ടൊരു കാര്യം പഠിക്കാനോ പ്രസന്റ് ചെയ്യാനോ സ്വന്തമായിട്ട് ഒരു അറിവോ വിദ്യാഭ്യാസമോ വിവരമോ അവനില്ല. ഏതെങ്കിലും ഡയറക്ടറും തിരക്കഥാകൃത്തും ഒക്കെ എഴുതി കൊടുക്കുന്ന ഡയലോഗ് ഡെലിവറി നടത്തും, പഞ്ച് ഡയലോഗ് ഒക്കെ അടിക്കും, ഓടിപ്പോകുന്ന ട്രെയിൻ കൈകൊണ്ട് നിർത്തും. അങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങളൊക്കെ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു ടീം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ പുള്ളി സ്ഥലത്തേക്ക് 2 ലക്ഷം പേര് ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം അധപതിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ആലോചിക്കും. ഇവിടെ മലയാളിക്ക് അത് പറയാൻ അറിയത്തില്ല. സണ്ണി ലിയോണിനെ കാണാൻ എറണാകുളത്ത് ഇതിൽ കൂടുതൽ ആൾക്കാർ വന്നായിരുന്നു. പിന്നെ അവിടെ ആക്കിയാലും അടിയും പിടിയൊന്നും ഉണ്ടായില്ലെന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ എവിടെ പോകണ്ടായെന്ന് ജനങ്ങൾക്ക് തന്നെ ഒരു ബോധം വേണം. ഇവിടേക്ക് എന്തൊക്കെ നടക്കും, എന്തൊക്കെ അട്ടിമറി നടത്തും, ആവശ്യമില്ലാത്തടത്ത് പോയി തല കാണിക്കണോ എന്ന ഒരു ഇത് ഒരു സെൽഫായിട്ട് ഒരു അവയർനെസ്. അപ്പൊ അതില്ലെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കും. ഇതിൻ്റെ അകത്ത് ഒരു കേന്ദ്ര അന്വേഷണം, NIA അന്വേഷണമാണ് വേണ്ടത്. കാരണം ഇതിന്റെ അകത്ത് അട്ടിമറിന്നെങ്കിൽ അത് രാജ്യദ്രോഹ ശക്തികളാണ് നടത്തിയിരിക്കുന്നത്. കാരണം ഇന്ത്യ അലയൻസിലുള്ള എല്ലാ കക്ഷിയും ഈക്വലി ഇന്ത്യ വിരുദ്ധരും ഹിന്ദു വിരുദ്ധരും രാജ്യദ്രോഹികളുമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഭീകര പ്രവർത്തനം തന്നെയാണ്, അല്ലാണ്ട് അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. അതിനകത്ത് ജിഹാദി അട്ടിമറിച്ചാലും, ഇവാഞ്ചലിസ്റ്റ് അട്ടിമറിച്ചാലും, DMK അട്ടിമറിച്ചാലും, LTTE അട്ടിമറിച്ചാലും, കോൺഗ്രസ് അട്ടിമറിച്ചാലും, കമ്മ്യൂണിസ്റ്റ് അട്ടിമറിച്ചാലും, SDPI അട്ടിമറിച്ചാലും, ലീഗ് അട്ടിമറിച്ചാലും, ഇന്ത്യ അലയൻസിലെ ഏത് കക്ഷിയാണ് അട്ടിമറി ചെയ്തെങ്കിലും അത് ഒരു തീവ്രവാദ പ്രവർത്തനം തന്നെയാണ്. അപ്പൊ വിജയന് ഇത് തിരുത്താനുള്ള ഒരു അവസരമാണ്. ദേശീയതയിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ, ദേശീയതയിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും കൊണ്ട് ഇവിടെ ക്ലച്ച് പിടിക്കത്തില്ല. കൂടെ നിൽക്കുന്നവൻ തന്നെ ഉപദ്രവം ഉണ്ടാക്കും. ഇന്ന് വിജയന്റെ അനുമാണ് മനസ്സിൽ. കേരളത്തിലും വിജയൻ ഒത്തിരി ആരാധകരുണ്ട്, ഭയങ്കരമായിട്ടും വിജയൻ ആരാധകരുണ്ട്. വിജയത്തിന്റെ പണമൊക്കെ വരുമ്പോഴത്തേനും ആ ഏരിയയിലൊന്നും ഒരുത്തിനും ചെല്ലാൻ പറ്റത്തില്ല. ഭയങ്കര ഇടപാടുകളൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ അദ്ദേഹത്തെ എന്താ കോളനി വേണമെന്നോ അങ്ങനെ കണ്ടാ വിളിക്കുന്നതെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, അങ്ങനെ വിളിക്കുന്നതെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇതുപോലത്തെ ബിംബങ്ങളെ പൊക്കിക്കൊണ്ട് വരുന്ന ഇന്ത്യ അലയൻസ് വളർത്തിയവൻ തന്നെ കൊല്ലുക എന്ന് പറയും. അതാണ് വിജയനിട്ട് ഇന്ത്യ അലയൻസ് ചെയ്തിരിക്കുന്നത്. വിജയനെ പൊക്കിക്കൊണ്ട് വന്നത് ഇന്ത്യ അലയൻസ് ആണ്, ഇന്ത്യ അലയൻസുകാരാണ്. വിജയനെയും വിജയന്റെ പാർട്ടിയെയും ഇല്ലാണ്ടാക്കിയതും ഇന്ത്യ അലയൻസ് തന്നെയാണ്. ആ പാർട്ടിയിലുള്ള ആൾക്കാർക്ക് ദേശീയതയിലേക്ക് വരാം, വിജയന്റെ പാർട്ടിക്കാർക്കും വിജയനും ദേശീയതയിലേക്ക് വരാം. ഇതെങ്കിലും അവർക്കൊരു പാഠമാണ്. കാരണം നിങ്ങൾക്ക് ഇന്ത്യ അലയൻസിൽ ഇവാഞ്ചലിസ്റ്റ് ലോബിക്ക് ഇനി വളർച്ചയില്ല. ഇവാഞ്ചലിസ്റ്റ് ലോബിയെ പരിപൂർണമായിട്ടും ഇന്ത്യ അലയൻസുകാർ തള്ളിക്കളയുന്നു, ഇല്ലാണ്ടാക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ അലയൻസുകാർ എത്രയും പെട്ടെന്ന് കുരിശും വരച്ച് ദേശീയതയിലേക്ക് വരിക, അതേ അവർക്ക് ഇനി വഴിയുള്ളൂ. ഇതാണ് ഈ തമിഴ്നാട്ടിലെ സംഭവം നടക്കുന്ന പാഠം. ആ പാഠം എന്തായിരുന്നാലും കേന്ദ്ര ഗവൺമെന്റ് ഇതേപ്പറ്റി ഒരു അന്വേഷണം നടത്തണം. കാരണം ഇതുപോലത്തെ സപ്പോർട്ടേജുകൾ ഇനി ഇലക്ഷൻ വരികയാണ് 5-6 സ്റ്റേറ്റില് അടുത്ത മാർച്ചില്. അപ്പോ അവിടെ ഇതൊക്കെ ഉണ്ടാവാം, ഇതുപോലത്തെ സ്റ്റാമ്പേഡുകളും അട്ടിമറികളും ഉണ്ടാകാം. ഇന്ത്യ അലയൻസുകാർ ചില്ലറക്കാരല്ല, ഇവിടെ കലാപം ഉണ്ടാക്കാൻ ഓടി നടക്കുകയാണ്. അപ്പൊ ഇതൊരു വലിയ പാഠമായിട്ട് എടുത്തുകൊണ്ട് ഒരു നടപടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇതിലെ കുറ്റവാളികളെ കണ്ടുപിടിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക എന്ന ഒരു കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടാറുള്ളത്. കാരണം തമിഴ്നാട് ഗവൺമെന്റ് ഇത് ഒളിച്ചു വെക്കത്തേ ഉള്ളൂ, കുറെ കള്ളക്കേസൊക്കെ എടുത്ത് അവരത് ഒതുക്കത്തേ ഉള്ളൂ, അവരത് അന്വേഷിക്കത്തില്ല. കാരണം കുറ്റവാളികൾ അവർ തന്നെയാണ്. തമിഴ്നാട്ടിലെ ഇന്ത്യ അലയൻസ് ആണ് അവിടെ ഭരിക്കുന്നത്. കുറ്റവാളികൾ, അതൊരു കുറ്റവാളി കേസ് അന്വേഷിച്ചാൽ കേസ് തെളിയത്തില്ല. കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര ഏജൻസികളുമാണ് ഇത് അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കുമെന്ന് കരുതുന്നു. കാരണം ഇത് പുതിയതായിട്ട് ഇതുപോലത്തെ സംഭവങ്ങൾ ഇനി മറ്റു സ്ഥലത്ത് ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത് ഇവർക്ക് ഒരു സക്സസ് ആണ്, ഈ സബോട്ടേജുകാർക്ക് ഇതൊരു സക്സസ് ആണ്. അപ്പൊ അത് അവര് മറ്റ് NDAയുടെ മീറ്റിങ്ങോ BJPയുടെ മീറ്റിങ്ങോ ദേശീയപരമായ എന്തെങ്കിലും സ്പോർട്സോ മറ്റ് ആക്ടിവിറ്റി
ഇവർ ഈ സ്റ്റാമ്പേഡ് നടത്താൻ ചാൻസ് ഉണ്ട്. കേരളത്തിൽ അവർ അങ്ങനെ സ്റ്റാമ്പേഡ് നടത്തിയിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്കകത്ത് ബംഗ്ലാദേശികളെ സ്റ്റാമ്പേഡ് നടത്തി 4 ക്രിസ്ത്യൻ കുട്ടികളൊന്ന് കളഞ്ഞിരുന്നു. പക്ഷെ അത് അന്വേഷണം നടന്നില്ല. മഴ ഇല്ലാത്ത ദിവസം മഴ പെയ്തു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് സ്റ്റാമ്പേഡ് ചുമ്മാ ഉണ്ടാകുന്നതല്ല, സ്റ്റാമ്പേഡ് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. അതിന്റെ അകത്ത് ഇന്ത്യ അലയൻസുകാരുടെ പങ്ക് NIA കൃത്യമായിട്ട് അന്വേഷിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.